എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വയലറ്റ് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം. എന്തായിരിക്കും നിങ്ങളുടെ ഇഷ്ട വ്യക്തി? നിങ്ങൾ മനസ്സിൽ ഏത് വ്യക്തിയെ കണ്ടാണോ ഫയൽ തിരഞ്ഞെടുത്തത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ജീവിതത്തിൽ വ്യത്യസ്തമായ ചില ചിന്താഗതികളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി എല്ലാവരെ പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിയുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്. ആ വ്യക്തിയുടെ ചിന്താ തലങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ചിന്താഗതികളുമായിട്ടാണ് ആ വ്യക്തി ജീവിതത്തെ സമീപിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ ഏറ്റവും തീക്ഷ്ണമായതാണ്. ആ വ്യക്തി തിരഞ്ഞെടുക്കുന്ന വസ്തുതകൾ ആദ്യം നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിയേക്കാം. പക്ഷെ പിന്നീട് ആ വ്യക്തി കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണെന്നും ആ വ്യക്തിയുടെ നിഗമനങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളോടൊരു വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട് ആ വ്യക്തി പറഞ്ഞു, എങ്ങനെ സംസാരിച്ചു എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകാം. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ പ്രവൃത്തി എന്നിവ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പുകളും ആ വ്യക്തിയുടെ നിഗമനങ്ങളും ആ വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഉപായങ്ങളും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യമില്ലെന്നോ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും. പക്ഷെ പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ആ വ്യക്തി എന്താണോ പറഞ്ഞത്, ആ വ്യക്തി എന്താണോ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത്, അത് ശരിയാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എത്താൻ കഴിയും. അത്രത്തോളം ശരിയായ കൃത്യമായ കാര്യങ്ങളായിരിക്കും ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം മറ്റുള്ള ആളുകൾ അതിനെ നല്ലതാണെന്ന് പറയും. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ നന്മയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് ആശയങ്ങളും ഉപായങ്ങളും മനസ്സിലുണ്ട്. ആ വ്യക്തി പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ, ചില ദർശനങ്ങൾ അവയ്ക്ക് ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രാധാന്യം ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. നിങ്ങളെ പറ്റി ഏറ്റവും നല്ല കാര്യങ്ങളാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ എങ്ങനെ അകറ്റി നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തി കേവലം നിങ്ങളെ ഇഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങളെ സംരക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയെയും നിങ്ങളെയും കാണാതെ തന്നെ പറയാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ താഴ്ന്നു പോകാനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോകുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കത് വലിയ വേദന സൃഷ്ടിക്കുന്നുണ്ട്. ആ വ്യക്തി അത് പറയുന്നില്ല. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ നയിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആ വ്യക്തിയുടെ ചിന്താഗതികളാണ്. ഇനിയും ഒരുപാട് പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ആ വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, എന്നോട് അത്ര വലിയ സ്നേഹമൊന്നും ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വന്നേക്കാം. പക്ഷേ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് തുടക്കത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നു. തുടക്കത്തിൽ ഒരു പക്ഷേ നിങ്ങളോട് അത്രയേറെ സ്നേഹം ആ വ്യക്തി കാണിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഭാവിയിൽ ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ ആ വ്യക്തി അനുസരിച്ച് മുന്നോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുകളയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷേ വിചാരിക്കും, ആ വ്യക്തി എന്നോടധികം സ്നേഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്നേഹം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സമീപനവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നമുക്കിനി ക്രീം നിറത്തിലുള്ള റോസാ പുഷ്പം
തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ചില പ്രത്യേക ഇഷ്ടങ്ങൾ, നേരത്തെ പൈലിലെ പോലെ തന്നെ അത്തരം ഇഷ്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ഇഷ്ടങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതിദത്തമായ ചില ആശയങ്ങളോടും ഭക്ഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട ചില മേഖലകളോടും ഒക്കെ താല്പര്യം. ജീവിതത്തിൽ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നതിനും വൃത്തിയുള്ള ഭക്ഷണം നൽകുന്നതിനും വൃത്തിയുള്ള ഒരു ലോകത്ത് തന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരിക്കലും ധനസമ്പാദനമല്ല മെയിനായിട്ടുള്ള ഉദ്ദേശം. ധനം വേണം, സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എവിടെയാണെങ്കിലും സന്തോഷവും സമാധാനവും ബന്ധങ്ങളെയും തകർത്തിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളെയും വിലവെക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആത്മാർത്ഥമായ സമീപനങ്ങളാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തി പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്. പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെപ്പോഴും ആകർഷിക്കും. ഒരിക്കലും മുൻനിരയിലോ പിൻനിരയിലോ ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ ഒട്ടും മോശമല്ലാത്ത തൻ്റെ വഴിയിലൂടെ വിജയം വരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും. ഈ വ്യക്തിയുടെ പ്രവൃത്തി കണ്ടിട്ട് ഈ വ്യക്തി എന്താണ് മനസ്സിൽ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, എന്ത് നയമാണ് ജീവിതത്തിൽ സ്വീകരിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. പ്രിഡിക്റ്റ് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്താണ് ഈ വ്യക്തിയുടെ ചിന്തകൾ. ഈ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയായിരിക്കും. ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ കണ്ണഞ്ചിക്കുന്ന ഭൗതിക നേട്ടങ്ങളോട് ഒരു വിരക്തി ഉള്ളൊരു വ്യക്തിയാണ്. തൻ്റെ വഴി താൻ ഇഷ്ടപ്പെട്ട വഴിയാണ്, അല്ലാതെ മറ്റുള്ളവർ വിഭാവനം ചെയ്യുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്ന ഒരുപാട് കാലത്തോളം ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യില്ലെന്ന് വരാം. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ പുറകെ തന്നെ വരും. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഴത്തിലുള്ള ഭൂമിയുടെ അറ്റത്തോളം താഴ്ന്ന് ക്ഷമിക്കാനും ഒട്ടും ക്ഷമിക്കാതിരിക്കാനൊക്കെ ഈ വ്യക്തിക്ക് സാധിക്കും. അത് ഈ വ്യക്തിയുടെ മനോധർമ്മം അനുസരിച്ചാണ് ഈ വ്യക്തി പ്രവർത്തിക്കുന്നത്. ഏതായാലും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയുടെ ചിന്ത, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെ സ്നേഹിച്ച് എന്ന കാര്യത്തിലും ഒരു അപര്യാപ്തത ഫീൽ ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ അപര്യാപ്തത ഫീൽ ചെയ്യുന്നു. നിങ്ങളിലേക്ക് കൂടുതൽ എത്താനും അറിയാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും ധനം കൊണ്ടോ അല്ലെങ്കിൽ മൂല്യം കൊണ്ടോ ഈ വ്യക്തിയെ അടുത്ത് നിങ്ങൾ ചെന്ന് ഈ വ്യക്തിയെ സ്വാധീനിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഈ വ്യക്തി അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില പച്ചയായ നന്മയെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. തൻ്റെ കഴിവ് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ വാതോരാതെ സംസാരിച്ച് തനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ അവകാശവാദവുമായിട്ട് ഈ വ്യക്തിയെപ്പോലുള്ള ആളുകളെ സമീപിക്കാനും സാധിക്കില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പെട്ടെന്ന് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ നിങ്ങളെയും ഈ വ്യക്തിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ദീർഘകാലഘട്ടത്തിൽ വല്ലാത്ത ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങളെത്തിക്കും. അതായത് ഈ വ്യക്തി നിങ്ങളിലേക്കും നിങ്ങൾ ഈ വ്യക്തിയിലേക്കും ഒരുപാട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. ലോകത്ത് മറ്റാരും പരസ്പരം അറിയാത്തത്ര ആഴത്തിൽ നിങ്ങൾക്കറിയാൻ കഴിയും. ധാരാളം കഴിവുകളുള്ള വ്യക്തിയാണ്, വ്യത്യസ്തതകളുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളെ പലപ്പോഴും ഈ വ്യക്തി അത്ഭുതപ്പെടുത്തും. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും ഒക്കെ ഈ വ്യക്തി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതിൻ്റെ വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ വെറുക്കുകയാണെന്ന് ചിന്തിച്ച ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും. ഏതായാലും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങളോടുള്ള ബന്ധം രഹസ്യമായിട്ട് വെക്കാനായിട്ടാണ് ഈ വ്യക്തിക്ക് ടെൻഡൻസി. അതായത് പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യപ്രദമായ സമയത്ത് പറയാം. അതിന് ചില കാരണങ്ങളുണ്ടാവാം. ഈ വ്യക്തിയുമായി ചുറ്റപ്പെട്ട ചില ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെയോ സ്നേഹത്തെയോ ഇഷ്ടത്തെയോ എതിർക്കുന്നുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ സുരക്ഷിതമാക്കുവാനായിട്ടായിരിക്കാം പലപ്പോഴും ഈ വ്യക്തി നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ
മറച്ചു വെക്കുന്നത്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറഞ്ഞ ഒരു രഹസ്യം നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി ആ ബന്ധം തന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ദേഷ്യം ഈ വ്യക്തിക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക.